ഖദീജാബി റളിയല്ലാഹു തആലാനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഖദീജാബി റളിയല്ലാഹു തആലാന ഹിജ്റയ്ക്ക് മുന്നേ 3 വർഷം മുന്നേ മരണപ്പെട്ടു. അതാണ് അസഹായ അഭിപ്രായം ആ വിഷയത്തിൽ. അപ്പോൾ ഖീലാബി ഹംസിൻ, അതല്ല 5 വർഷം മുന്നേ മരണപ്പെട്ടു എന്ന അഭിപ്രായമുണ്ട്. 3 അല്ല 5 വർഷം മുന്നേ മരണപ്പെട്ടു എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ ഖീലാബി അർബൈൻ, അതല്ല 4 വർഷം മുന്നേ മരണപ്പെട്ടു എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ 3 അഭിപ്രായങ്ങൾ. അസഹായ അഭിപ്രായം അനുസരിച്ച് 3 വർഷം മുമ്പ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഖദീജാബി റളിയല്ലാഹു തആല അൻഹ വഫാത്തായിട്ടുള്ളത്. അപ്പോൾ അക്കാമത്ത് മാഹു 24 സന. ഖദീജാബി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 24 വർഷം. പിന്നെ വസിത്തത്ത അഷ്ഹുർ, പിന്നെ എത്രയാ, 6 മാസവും. അപ്പോൾ 24.5 വർഷം. 24 വർഷവും 6 മാസവുമാണ് ആ ദാമ്പത്യ ജീവിതം തുടർന്നു പോയത് ദുനിയാവിൽ കേട്ടോ. സുമ തോഫിയത്ത്, പിന്നെ മഹദ് റളിയല്ലാഹു തആല വഫാത്തായി. കാനത്ത് വഫാത്തുഹ ബാദ വഫാത്തി അബി ത്വാലിബ്. അബൂ താലിബ് എന്നവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ, പ്രവാചകർക്ക് എല്ലാവിധവും എല്ലാ നിലയ്ക്കും പിന്തുണയുമായി നിലകൊണ്ട അബൂ താലിബ് എന്നവരുടെ വഫാത്തിന് ശേഷമായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്തുണ്ടായിരുന്നത്. ബിസലാസത്തി അയ്യാമിൻ, അബൂ താലിബ് എന്നവർ മരണപ്പെട്ട് 3-ാം നാൾ ആര് മരിച്ചു, ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായിരുന്നു. ഫസ്മു ഉമ്മിയ ഫാത്തിമത്ത് ബിൻത് സായിദത്ത് ബിൻ അസം. ഖദീജ റളിയല്ലാഹു തആല ഉമ്മാന്റെ പേര് ഫാത്തിമത്ത് ബിൻത് സായിദത്ത് ബിൻ അസം എന്നായിരുന്നു ആ ഉമ്മയുടെ പേര്. മിൻ ബനി ആമിർ ബിൻ ലുഅയ്യ. ആമിർ ബിൻ ലുഅയ്യ എന്ന ഗോത്രത്തിൽ പെട്ടവരായിരുന്നു ആര്, ഫാത്തിമത്ത് ബിൻത് സായിദത്ത് ബിൻ അസം എന്നുള്ള ഉമ്മ. ഫയ്യ അവ്വലു മൻ ആമന മിനൻ നിസായി. ഖദീജ റളിയല്ലാഹു തആല അൻഹ സ്ത്രീപക്ഷത്തു നിന്നും, സ്ത്രീ സമൂഹത്തു നിന്നും ആദ്യമായി ഈമാൻ കൊണ്ട സ്ത്രീരത്നമായിരുന്നു ആര്, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ബിത്തിഫാഖൻ, അത് ഏകോപിതമായ അഭിപ്രായമാണ്, അഭിപ്രായ ചർച്ചയില്ല, ഏകോപിത അഭിപ്രായമാണ്. ബൽ അവ്വലുമൻ ആമന മുത്തലക്കൻ. ബൽ എന്നല്ല, അവ്വലുമൻ ആമന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചയാൾ. മുത്തലക്കൻ നിരുപാധികം, ആൺ പെൺ സമൂഹത്തിൽ നിന്നും, മനസ്സിലല്ലേ, ജനസമൂഹത്തിൽ നിന്നും ഈ ദർശനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീൻ്റെ ഈ സംഭവങ്ങളുണ്ടായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് പ്രവാചകർ നബിയാണ് എന്ന് മനസ്സിലാക്കി ആ വിശ്വാസം കൊണ്ട ആദ്യത്തെ വ്യക്തി, മനുഷ്യൻ ആരാ, ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. അത് അങ്ങനെ അഭിപ്രായമുണ്ട്. അലാ കൗലിൻ, ഒരു കൗലനുസരിച്ച്, മനസ്സിലായില്ലേ. അപ്പം സ്ത്രീകളിൽ നിന്ന് ആദ്യത്തെ ആളാണ് ആര്, ഖദീജ റളിയല്ലാഹു തആല അൻഹ. പിന്നെയാണ് മറ്റു സ്ത്രീകളിൽ നിന്നിട്ടുള്ളൂ ഇമാനിലേക്ക് കടന്നു നിന്നിട്ടുള്ളൂ എന്നാൽ എല്ലാവർക്കും ഇത്തിഫാക്കാണ്. ഒരഭിപ്രായം അനുസരിച്ച് സ്ത്രീകളിലും പുരുഷന്മാരിലും ആദ്യത്തെ ആളാരാണ്, ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. വഖാഫി കിതാബി സുബൈർ ബിൻ ബക്കാർ. സുബൈർ ബിൻ ബക്കാർ എന്നവരുടെ കിതാബിൽ വന്നിട്ടുണ്ട്, അൻ അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ്. അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് എന്നവരെ തൊട്ട് കാല ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ആരാ, അബൂന അബുൽ ബഷർ ആദം, നമ്മുടെ എല്ലാം പ്രപിതാവാനായ ആദിമ മനുഷ്യനായ ആര്, ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിമ്മ ഫളലല്ലാഹു ബിഹി ഇബ്നി, എൻ്റെ മകന് അല്ലാഹു തആല കൊടുത്ത ഔദാര്യത്തിൽപ്പെട്ടതാണ്, അലയ്യ എന്നേക്കാൾ എനിക്ക് ലഭിക്കാതെ എൻ്റെ മകന് കിട്ടിയ ഒരു പ്രത്യേകമായ ഔദാര്യത്തിൽപ്പെട്ടതാണ്. ആ മകനാരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താ ഔദാര്യം, അന്ന സൗജത്തഹു ഖദീജ, നിശ്ചയമായും എൻ്റെ മകൻ്റെ പത്നി ആര്, ഖദീജ റളിയല്ലാഹു തആല അൻഹ, കാനത്ത് അവരായിരിക്കും, ഔനൻ സഹായമായിരിക്കും, ലഹു ആർക്ക്, എൻ്റെ മകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അലാ തബ്ലീഗ് അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യം, അസ്സ വജല്ല എന്നതിനും പ്രതാപശാലിയുമായ അള്ളാഹുവിൻ്റെ കാര്യം പ്രബോധന ദൗത്യത്തിൽ, പ്രബോധന പാന്താവിൽ സഹായിയായി നിലകൊള്ളുന്നവരായിരിക്കും ആര്, എൻ്റെ മകൻ്റെ ഭാര്യ എന്ന് ആദം നബി അലൈഹി സ്വലാം എന്ത് ചെയ്തിട്ടുണ്ട്, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞൊരു ഹദീസ്.
മനസ്സിലായില്ലേ? അതങ്ങനെ പേരറിഞ്ഞു, അതങ്ങനെ ഈ സംഭവം അറിഞ്ഞു. ആര്? ആദം നബി എന്നുള്ള സംശയമോ ചിന്തയോ ആലോചനയോ നമുക്ക് വേണ്ട. അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന് ഖുർആനാ പറഞ്ഞങ്ങനെ. ആദം നബിക്ക് എന്ത് ചെയ്തു? അല്ലാഹു തആല എല്ലാ പേരും പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഗ്ലോബൽ അൾട്ടിമേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ആര്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മനസ്സിലായില്ലേ? എല്ലാം അറിയാം. അപ്പോൾ അവരാണ് എൻ്റെ മകനെ എന്ത് ചെയ്തു? പത്നി സഹായിക്കും. അപ്പോൾ അന്ന സൗജത്തി, എൻ്റെ പത്നി, എൻ്റെ ഭാര്യ. അതാരാ? ഹവ്വാ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ കേട്ടാ. കാനത്ത് ഔനൻ ലീ അലൽ മഅസിയത്തി, അവരെനിക്കായി സഹായമായി പോയി. അൽ മഅസിയത്തി, ഒരു മാറ്റം ചെയ്യുന്നതിൻ്റെ വേണ്ടി. അല്ലാഹു തആല ആ മരത്തിലേക്ക് പോണ്ട, ആ മരത്തിലുള്ള കനി കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശൈത്താൻ വന്നവിടെ എന്ത് ചെയ്തു? ഇടങ്കോലിട്ടാക്കിയിട്ട് പറഞ്ഞു, അവിടുന്ന് കഴിച്ചാൽ എന്ത് ചെയ്യും? വലിയ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും കിട്ടും, അതുകൊണ്ടാണ് അത് കഴിക്കരുത് എന്ന് പറഞ്ഞ് തശ്വീഷുണ്ടാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊരു ആഗ്രഹം ആര് പറഞ്ഞു? ഈ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അതിൽ നിന്നൊരു കൂട്ടം എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്നൊരു ഇല്ലേ, ഓരോ വാമപ്പാലോ ഇനി അവർ ഫ്രൂട്ട് അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇജ്തിഹാദിൽ പോയി എന്ത് ചെയ്തു? ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ഇനത്തിൽപ്പെട്ട ഒരു മരം എന്ന് പറയണു, അതല്ല ആ മരം എന്ന് തന്നെ അഭിപ്രായമുണ്ട്. അങ്ങനെ പോയി അല്ലാഹു തആല നിർദ്ദേശിച്ചതിന് മാറ്റം ആരെന്ന് സംഭവിച്ചു? അതിനെ മഅസിയത്ത് എന്നൂടെ പറയാം. അപ്പോൾ നമ്മൾ അതിനെ കുറ്റം, പാപം എന്ന് പറയേണ്ട അമ്പിയാക്കളെല്ലാം എന്താണ്? മഅസൂമീങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവരിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന എന്താണ്? അമ്രിനൊരു മാറ്റം. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടായത്. മനസ്സിലായില്ലേ? ആ മാറ്റം ഉമ്മുമ്മയിൽ നിന്നുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറിച്ചു കൊടുത്തു, അത് കഴിച്ചു. അതിൽ നിന്ന് എന്ത് ചെയ്തു? ഭൂമി ലോകത്തേക്ക് എന്ത് യാത്രയാക്കി. മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്? അങ്ങനെ ഒരു നടപടി ക്രമം ഉണ്ടായതിന്റെ പേരിലാണ് പിന്നീട് ആരുണ്ടായത്? അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനായിരുന്നെങ്കിൽ ആ മരം തന്നെ കഴിച്ചേനെന്ന് പറഞ്ഞു. ആര്? ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു. നബിതങ്ങൾ ജനിക്കാനുള്ള കാരണം കൂടി അതാണല്ലോ. മനസ്സിലായില്ലേ? വ്യാപകാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നബിതങ്ങൾ ജനിക്കാനുള്ള, ഈ ലോകം ഉണ്ടാവാനുള്ള, മനസ്സിലായില്ലേ, നമ്മളൊക്കെ ജനിക്കാനുള്ള കാരണം എന്താ? അതാണ് അല്ലാഹു തആല കാരണമാക്കി വെച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ചില കാര്യങ്ങളും ചില രഹസ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി എന്ന നിലയ്ക്ക് പറയാണ്, ഞാൻ ചെയ്തത് എന്തായിപ്പോയി? ഞാൻ മാറ്റമായിപ്പോയി. അത് ചിന്തിക്കുമല്ലോ. മനസ്സിലായില്ലേ? മാറ്റമായിപ്പോയി. ആ മാറ്റം ചെയ്യുന്നതിന് എനിക്ക് സഹായമായി വന്നു അത് ആയിപ്പോയി എൻ്റെ പത്നി. പക്ഷെ എൻ്റെ മോൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ വലിയ സഹായമായിരിക്കും എൻ്റെ മകൻ്റെ ഭാര്യ ഹദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ഖദീജയുടെ ഒരു വലിയൊരു ഫളലാണ് ആര്? പ്രപിതാവായ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വറഖത്ത് ബിൻ നൗഫൽ എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്.